अस्सलाम वालेकुम रहमतुल्लाह। अस्सलाम वालेकुम रहमतुल्लाह। दानिया अहमद साहिबा बैठ जाओ, प्लीज़ बी सीटेड। दानिया अहमद तिलावत। अस्सलामु अलैकुम प्यारे हजूर। वालेकुम सलाम। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। या अय्युहल्लज़ीना आमनुत्तक़ुल्लाहा हक़्क़ तुक़ातिह वला तमूतुन्न इल्ला व अंतुम मुस्लिमून। वातसिमू बिहब्लिल्लाहि जमीअन वला तफर्रकू। واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار فأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون. ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينحون عن المنكر وأولئك هم المفلحون. جزاك الله. English translation Kashfa Idris Sahiba. अस्सलाम वालेकुम प्यारे हजूर। वालेकुम सलाम। मैं अल्लाह की पनाह मांगती हूँ धत्कारे शैतान से। ത്തിൽ നിന്നും ഞാൻ അള്ളാഹുവിൽ അഭയം പ്രാപിക്കുന്നു. പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. വിശ്വസിച്ചവരെ, അള്ളാഹുവിനോടുള്ള ഭയഭക്തി
കാണിക്കേണ്ട മുറയനുസരിച്ച് നിങ്ങൾ അവനോട് ഭയഭക്തിയുള്ളവരാകുക. നിങ്ങൾ പൂർണ്ണമായും അനുസരണം പുലർത്തുന്നവരായിക്കൊണ്ടല്ലാതെ ഒരിക്കലും മരിക്കാനിടയാവരുത്. അള്ളാഹുവിൻ്റെ പാശത്തെ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് മുറുകെ പിടിക്കുവിൻ. ഭിന്നിക്കരുത്. നിങ്ങൾക്ക് മേലുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ സ്മരിക്കുവിൻ. നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നപ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളെ പരസ്പരം കൂട്ടിയിണക്കുകയും അങ്ങനെ അവൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾ പരസ്പരം സഹോദരങ്ങളായി തീരുകയും ചെയ്തു. നിങ്ങൾ അഗ്നികുണ്ഡത്തിൻ്റെ വക്കിൽ നിൽക്കുകയായിരുന്നു, അപ്പോൾ അവൻ നിങ്ങളെ അതിൽ നിന്ന് രക്ഷിച്ചു. ഇപ്രകാരം അള്ളാഹു നിങ്ങൾക്ക് തൻ്റെ ദൃഷ്ടാന്തങ്ങൾ സ്പഷ്ടമായി വിവരിച്ചു തരുന്നു. അങ്ങനെയെങ്കിലും നിങ്ങൾ സന്മാർഗം പ്രാപിക്കട്ടെ. നിങ്ങളിൽ നിന്ന് ഒരു സംഘം ഉണ്ടാകേണ്ടതാണ്. അവർ നന്മയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയും നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചീത്ത കാര്യങ്ങൾ വിരോധിക്കുകയും ചെയ്യട്ടെ. ഇവർ തന്നെയാണ് വിജയം പ്രാപിക്കുന്നവർ. നസം अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहू. प्यारे हुजूर, वालेकुम सलाम. मंजूम कलाम हज़रत मुस्लिम मौद रज़ी अल्लाह ताला अन्हो. वो भी हैं कुछ जो के तेरे इश्क से मख़मूर हैं. दुनियावी आलाइशों से पाक है और दूर हैं. दुनिया वालों ने उन्हें बेघर किया, बेदर किया. फिर भी उनके क़ल्ब हुब्बे खल्क से मामूर हैं. तेरे बंदे ए खुदा सच है कि कुछ ऐसे भी हैं. एक तरफ तेरी मोहब्बत, एक तरफ दुनिया का दर्द. दिल फटा जाता है सीने में है चेहरा ज़र्द ज़र्द. है लगे रहते दुआओं में वो दिन भी रात भी. है ज़मीनों आसमां में फिर रहे वो रहनवर्द. तेरे बंदे ए खुदा सच है कि कुछ ऐसे भी हैं. तेरे बंदे ए खुदा सच है कि कुछ ऐसे भी हैं. There are those who are intoxicated in your life. അള്ളാഹുവെ, നിന്നോടുള്ള സ്നേഹത്താൽ ഉന്മത്തരായ ചില വ്യക്തികളുണ്ട്.
അവർ ഇഹലോക മാലിന്യങ്ങളിൽ നിന്നും മുക്തരും വിദൂരസ്ഥരുമാണ്. ലോകർ അവരെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും പുറത്താക്കി. എന്നിട്ടും അവരുടെ ഹൃദയം ജനങ്ങളോടുള്ള സ്നേഹത്താൽ ഭരിതമാണ്. അല്ലാഹുവേ, സത്യം, നിന്റെ ചില ദാസർ അപ്രകാരവുമുണ്ട്. ഒരു ഭാഗത്ത് നിന്നോടുള്ള സ്നേഹവും മറുഭാഗത്ത് ലോകത്തെക്കുറിച്ചുള്ള മനോവേദനയും അവർക്കുണ്ട്. അവരുടെ നെഞ്ചകത്ത് ഹൃദയങ്ങൾ നുറുങ്ങിപ്പോകുന്നു, മുഖങ്ങൾ വാടിപ്പോകുന്നു. രാപ്പകൽ എന്നില്ലാതെ അവർ പ്രാർത്ഥനകളിൽ മുഴുകുന്നു. ആകാശഭൂമികളിൽ ആ സഞ്ചാരികൾ അലഞ്ഞു തിരിയുകയാണ്. അല്ലാഹുവേ, സത്യം, നിന്റെ ചില ദാസർ അപ്രകാരവുമുണ്ട്. ഫറാനുൽ ലുക്മാനെ ആയിരുന്നില്ലേ ട്രാൻസ്ലേഷൻ അവതരിപ്പിക്കേണ്ടത്? Uman. Hazur, the Nazm and the translation we did. നസമും ട്രാൻസ്ലേഷനും ഒരുമിച്ച് തന്നെയാണ് അവതരിപ്പിച്ചത്. ഒരുമിച്ച് തന്നെയാണ്. ഇവിടെ രണ്ടുപേരാണല്ലോ വന്നിരിക്കുന്നത്. തർജുമ ഫറാനുൽ ലുക്മാൻ സാഹിബ എന്നായിരുന്നല്ലോ എഴുതിയിരുന്നത്. ഉദൂർ, മാപ്പ് അപേക്ഷിക്കുന്നു, ക്ഷമിക്കണം. അവർ അതിന് തയ്യാറായിരുന്നില്ലേ? അതോ മറന്നുപോയോ? നിങ്ങൾ വിളിക്കാൻ മറന്നുപോയതാണോ? ഹുസൂർ, ഈ പ്രോഗ്രാം, നമ്മുടെ പ്രോഗ്രാം തയ്യാറാക്കിയ പ്രോഗ്രാം താങ്കൾ, നിങ്ങൾ എന്നോട് ചോദിക്കാണ്ടാണോ മാറ്റിയത്? ഹുസൂർ, ക്ഷമിക്കണം. ഇനി ഇജ്തിമാ റിപ്പോർട്ടാണ്. മോബന സദർ സാഹിബ വാഖ്ഫാത്തെ നൗ സെക്രട്ടറി. പ്രിയ ഹുസൂർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വാഖിഫാത്തെ നൗ UK ഭാഗത്തു നിന്നും ഞാൻ ഇന്നത്തെ പ്രിയ ഹുസൂർ തിരുമനസിൻ്റെ മഹനീയ സാന്നിധ്യത്തിന് അങ്ങയോട് അങ്ങേയറ്റം നന്ദി പ്രകടിപ്പിക്കുന്നു. നമ്മുടെ ഇജ്തിമായുടെ റിപ്പോർട്ടിൻ്റെ സംഗ്രഹം ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഇജ്തിമയുടെ പ്രാരംഭം കുറിച്ചത് രാവിലെ കൃത്യം 10 മണിക്ക് ബഹുമാന്യ UK സദർ സാഹിബയുടെ അധ്യക്ഷതയിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തോടെയാണ്. ശേഷം പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാഖിഫാത്തെ നൗ 5 ഗ്രൂപ്പുകളിലായി വർക്ക്ഷോപ്പുകളും ചർച്ചകളിലും പങ്കെടുത്തു. അതിലുള്ള വിഷയങ്ങൾ ഇപ്രകാരമാണ്: നമസ്കാരം എങ്ങനെ നമ്മുടെ സന്തത സഹചാരിയാക്കാം, ഹദരത്ത് ഉമ്മ അമറ റളിയല്ലാഹുവിൻ്റെ മാതൃക, ഖിലാഫത്തുമായുള്ള വ്യക്തിഗത അനുഭവങ്ങൾ, ഇവയായിരുന്നു വിഷയങ്ങൾ വർക്ക്ഷോപ്പിൻ്റെയും അതുപോലെ ചർച്ചകളുടെയും. പ്രിയ ഹുസൂർ, കൂടാതെ വാഖിഫാത്തെ നൗവിൽ സാഹോദര്യവും ക്രിയാത്മകതയും വളർത്തിയെടുക്കാനായി ആക്ടിവിറ്റി സോണുകൾ സംഘടിപ്പിക്കേണ്ടത്. 1368 അറ്റൻഡൻസാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ വർഷം 1213 ആയിരുന്നു 2023-2023 അറ്റൻഡൻസ്. മാതാക്കളും വാഖിഫാത്തെ നൗകൾ പങ്കെടുത്തു. 325 പേർ അധികം മാതാക്കൾ ഇവിടെ പങ്കെടുക്കുകയുണ്ടായി. 325 അധികം മാതാക്കൾ. ഇവിടെ എല്ലാ കമ്മിറ്റിക്കും ഞാൻ, നാഷണൽ സെക്രട്ടറി വഖഫ് നൗവിനും അവരുടെ ടീമിനും ഈ ഇജ്തിമ സംഘടിപ്പിക്കാൻ ചെയ്ത മഹത്തായ സഹായ സഹകരണങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ ഇവിടെ വളണ്ടിയറായിട്ട് സേവനം ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രിയ ഹുസൂറിൻ്റെ ഇജ്തിമയിൽ പങ്കെടുക്കാൻ ആരോഗ്യവും ശക്തിയും പ്രദാനം ചെയ്ത അള്ളാഹുവിന് അങ്ങേയറ്റത്തെ നന്ദി അറിയിക്കുന്നു. ഹുസൂർ, നമ്മുടെ ആത്മീയവും ധാർമ്മികവുമായ പുരോഗതിക്ക് വേണ്ടി പ്രിയ ഹുസൂർ സഹിക്കുന്ന വേദനയും പ്രയാസവും നമുക്ക് ഗ്രഹിക്കുന്നതിലപ്പുറമാണ്. അള്ളാഹു നമുക്ക് ഏവർക്കും ഹുസൂറിൻ്റെ എല്ലാ ഉപദേശ നിർദ്ദേശങ്ങളും പിന്തുടരാനുള്ള തൗഫീക്ക് നൽകുമാറാട്ടെ. വെറും നാമമാത്ര വാഖിഫാത്തിനോ ആകാതിരിക്കട്ടെ. കർമ്മം കൊണ്ടും ആത്മാവ് കൊണ്ടും അങ്ങനെ ആക്കി. Assalamu alaikum warahmatullahi wabarakatuh. Assalamu alaikum warahmatullahi wabarakatuh.
لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അൽഹംദുലില്ലാ, ഇന്ന് ഒരു പ്രാവശ്യം കൂടി നിങ്ങളുടെ വഖഫാത്തെ നൗസിൻ്റെ നാഷണൽ ഇസ്തിമ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള തൗഫീഖ് അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. വഖഫാത്തെ നൗ മെമ്പർമാർ, നിങ്ങൾ സ്ത്രീകളും പെൺകുട്ടികളും അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അവരവരുടെ മാതാപിതാക്കൾ അവരുടെ ദീനിൻ്റെ സേവനത്തിന് വേണ്ടി അവർ ജനിക്കുന്നതിന് മുമ്പേ തന്നെ വഖഫ് ചെയ്ത കുട്ടികളാണ് അവരിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 15 വയസ്സ് എത്തിയവർ, അതല്ലെങ്കിൽ അതിനേക്കാളും മുതിർന്നവർ, അവർ സ്വയം ഈ പ്രതിജ്ഞ വീണ്ടും ആവർത്തിക്കുകയുണ്ടായി. അതായത് നിങ്ങളുടെ ജീവിതം ദീനിന് വേണ്ടി സമർപ്പിക്കുന്നതാണ് എന്നുള്ള പ്രതിജ്ഞ വീണ്ടും പുതുക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കുറേ വഖഫാത്ത് കുട്ടികൾ അവരുടെ വയസ്സ് ഉമ്മമാരായി മാറിയിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന വഖഫാത്ത് കുട്ടികളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുകയാണ് അവർ. അതുകൊണ്ട് അങ്ങനെയുള്ള ഉമ്മമാരുടെ ഉത്തരവാദിത്തം വളരെ 10 മടങ്ങ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അവരുടേതായിരിക്കുന്ന പ്രതിജ്ഞ നിറവേറ്റുന്നതോടൊപ്പം തന്നെ അവർക്ക് കൂടുതലായി പരിശ്രമിക്കേണ്ടത് ഞങ്ങളുടെ മക്കളെ ആ സ്വഭാവ ഗുണങ്ങൾ, വിശേഷതകൾ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. അവരിൽ പ്രത്യേകമായിരിക്കുന്ന ഗുണങ്ങളുണ്ടായിത്തീരേണ്ടതാണ്. ജമാഅത്ത് ഒരു വഖഫാത്തിൽ നിന്നും എന്തെല്ലാം പ്രതീക്ഷകളാണ് പ്രതീക്ഷിക്കുന്നത്, അങ്ങനെയുള്ള ഉന്നതരായിരിക്കുന്ന കുട്ടികളെ വളർത്തിയെടുക്കാൻ വേണ്ടി അവർ ശ്രമിക്കേണ്ടതാണ്. അവരവരുടെ കുട്ടികളെ പൂർണ്ണമായും യഥാർത്ഥ രീതിയിൽ തർബിയത്ത് ചെയ്യുകയും ഇസ്ലാമിന് പറയുന്ന രീതിയിലുള്ള മാതൃകകൾ അവരിൽ സൃഷ്ടിക്കാൻ വേണ്ടി അവർ ശ്രമിക്കേണ്ടതാണ്. അത് ചെറുപ്രായത്തിൽ തന്നെ അവരിൽ അങ്ങനെയുള്ള മൂല്യങ്ങൾ ഇട്ടുകൊടുക്കേണ്ടതാണ്. അങ്ങനെ ഭാവിയിൽ അവർ കൂടുതലായിട്ട് സേവനം ചെയ്യാനുള്ള തൗഫീഖ് ലഭിക്കുന്നതാണ്. അവരുടെ വ്യക്തിപരമായിരിക്കുന്ന അവരുടേതായിരിക്കുന്ന നിലവാരം തഖ്വയിൽ അധിഷ്ഠിതമായിരിക്കണം. അതേപോലെ തന്നെ അങ്ങനെയുള്ള സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരിലും വലിയ സ്വാധീനം ചെലുത്തേണ്ടതാണ്. തഖ്വയിൽ മുന്നോട്ട് പോയിക്കൊണ്ട് എങ്ങനെയാണ് തഖ്വയിൽ ജീവിക്കേണ്ടത് എന്നും ഓരോ നിമിഷവും അങ്ങനെയാണ് ആ രീതിയിലുള്ള ജീവിതം അവർ നയിച്ചുകൊണ്ട് അവരിൽ സ്വാധീനം ചെലുത്തേണ്ടത്. അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ മക്കൾ അവർ ഉന്നതമായിരിക്കുന്ന ആത്മീയമായ നിലവാരം, ധാർമ്മികമായിരിക്കുന്ന നിലവാരം പുലർത്തുന്നവരായി മാറുന്നതാണ്. അള്ളാഹുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നവരായി മാറുന്നതാണ്. അതുകൊണ്ട് വളരെ പ്രധാനമായ കാര്യമാണ് ഇത്. നിങ്ങളുടെ വീടുകൾ നന്മ കൊണ്ടും തഖ്വ കൊണ്ടും നിറയണം. അള്ളാഹുവിൻ്റെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിങ്ങളുടെ വീടുകൾ നിറഞ്ഞിരിക്കേണ്ടതാണ്. അത് മനോഹരമായി മാറേണ്ടതാണ് നിങ്ങളുടെ വീടുകളിൽ. വാഖഫാത്തെ നൗ മെമ്പറാത്തുകൾ എന്നുള്ള നിലയിൽ നിങ്ങൾ നമസ്കാരങ്ങളെ സൂക്ഷിക്കേണ്ടതാണ്, നിലനിർത്തേണ്ടതാണ്. അതിനെ നിങ്ങൾ എല്ലാ നമസ്കാരവും കൃത്യസമയത്ത് തന്നെ, അതിൻ്റേതായ സമയത്ത് തന്നെ ഭക്തി നിർഭരമായി നിങ്ങൾ അനുഷ്ഠിച്ചു എന്ന് നിങ്ങൾ ഉറപ്പാക്കേണ്ടതാണ്. അതിൽ വ്യക്തമായിരിക്കുന്ന ഇഖ്ലാസും അതേപോലെ തന്നെ ശ്രദ്ധയും ഉണ്ടായിരിക്കണം. അങ്ങനെ അള്ളാഹുമായിട്ടുള്ള ഒരിക്കലും തന്നെ വിട്ടുപോകാത്ത ബന്ധം അത് നിങ്ങളിൽ കാണിക്കണം. അത് അള്ളാഹുമായിട്ടുള്ള സാമീപ്യം നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ തെളിയിക്കണം. അള്ളാഹുവിൻ്റെ മുമ്പിൽ കുമ്പിട്ടുകൊണ്ട് എല്ലാ നമസ്കാരത്തിലും നിങ്ങൾ കുമ്പിട്ടുകൊണ്ട് ദുആ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മക്കളും
വളരുമ്പോൾ സത്യതയിൽ അധിഷ്ഠിതമായിക്കൊണ്ട് മുന്നോട്ട് പോവുകയും അങ്ങനെ ദീനിൽ അടിയുറച്ച് നിൽക്കുകയും ചെയ്യുന്നവരായി മാറുകയും ചെയ്യുന്നതിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. അള്ളാഹുമായിട്ടുള്ള ദൃഢമായിരിക്കുന്ന ബന്ധം അവരുണ്ടായിത്തീരുന്നതിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ എപ്പോഴും തന്നെ അവർ മുന്നോട്ട് വന്നുകൊണ്ട് ദീനിന് വേണ്ടി മുന്തിക്കുന്നവരായി, ദുനിയാവിനെ മുന്തിക്കുന്നവരായി അവർ മാറുകയും ചെയ്യേണ്ടതാണ്. ഇതേവരെ തന്നെ വിവാഹത്തിന് എത്താത്ത അതുപോലെ ചെറുപ്രായത്തിലുള്ള വാക്ഫാത്ത് കുട്ടികൾ അവരുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം തന്നെ എന്താണെന്ന് അവർ മനസ്സിലാക്കേണ്ടതാണ്. അതായത് അള്ളാഹുമായിട്ടുള്ള ഒരു സൗഹൃദ ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ്, സുദൃഢമായ ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതിനുള്ള ഏറ്റവും നല്ലൊരു മാർഗം നമസ്കാരം എന്നുള്ളതാണ്. 2 or 3 നമസ്കാരം ഒരു ദിവസം അനുഷ്ഠിച്ചുകൊണ്ട് വലിയ കാര്യമായിട്ടില്ല, മറിച്ച് 5 നേരം നമസ്കാരവും വളരെ ശ്രദ്ധയോടുകൂടി, വളരെ ആവേശത്തോടുകൂടി, ഭക്തിയോടുകൂടി നിങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. പ്രത്യേകമായി ദുആ ചെയ്യുക വേണം. അള്ളാഹു നിങ്ങളെ തഖ്വയിൽ നിലനിർത്താവട്ടെ എന്ന് ദുആ ചെയ്യുക, നന്മയിലേക്ക് തന്നെ കൊണ്ടുപോട്ടെ എന്ന് ദുആ ചെയ്യുക. അങ്ങനെയുള്ള ആ ഒരു മനോഹരമായിരിക്കുന്ന മാർഗത്തിലൂടെ, സുന്ദരമായിരിക്കുന്ന മാർഗത്തിലൂടെ കൊണ്ടുപോകാൻ വേണ്ടി ദുആ ചെയ്യണം, അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കുന്ന മാർഗത്തിലൂടെ. അങ്ങനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കുന്ന ആ മാർഗം സ്വീകരിക്കാനുള്ള ഫീക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. ഓർക്കുക, നിങ്ങളുടെ ദീനീ ഉദ്ദേശത്തെ നമസ്കാരം മുഖേനയാണ് നിങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കുക എന്ന് നിങ്ങൾ ഓർക്കേണ്ടതാണ്. അള്ളാഹുമായിട്ടുള്ള സുദൃഢമായിരിക്കുന്ന ആത്മാർത്ഥ ബന്ധം നിങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് നമസ്കാരത്തിലൂടെയാണ് നിങ്ങൾക്ക് സ്ഥാപിക്കുക. അങ്ങനെ എല്ലാ രീതിയിലുള്ള ത്യാഗങ്ങളും ഇത് മുഖേന നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെയ്യാൻ നിങ്ങൾ തയ്യാറായിത്തീരുന്നതാണ്. അല്ലെങ്കിൽ വഖഫേനോ സ്കീമിൽ പ്രവേശിച്ചു എന്നുള്ളത് കൊണ്ട് ഒരു അർത്ഥവും പിന്നീടുണ്ടാവില്ല. അത് ഒരു വ്യർത്ഥമായ കാര്യമായി തീരുന്നത് ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ. ഇസ്ലാമിന് കൂറ് പുലർത്തിയ സ്ത്രീകളുടെ ഉദാഹരണങ്ങളായി, മാതൃകളായി നിങ്ങൾ മാറേണ്ടതാണ്. നമ്മൾ ചരിത്രത്തിൽ അവരുടേതായിരിക്കുന്ന ത്യാഗങ്ങൾ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവർ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെ അനുസരണത്തിൽ തങ്ങളുടെ ഒരു ഉന്നതമായിരിക്കുന്ന മാതൃകകൾ നിലനാട്ടുകയുണ്ടായി. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അവരുടെ ഹവാരികളായിരിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ച് ഹുസൂർ പറയുകയാണ്, അവർ വളരെയധികം ധീരത പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്നും അങ്ങനെയുള്ള സ്ത്രീകളുടെ, ആ നല്ല സ്ത്രീകളുടെ പേര് പറഞ്ഞുകൊണ്ട് ക്രിസ്തീയ സമൂഹം ഇന്നും അഭിമാനിക്കുന്നുണ്ട്. എപ്പോഴും അവരോട് കൂറ് പുലർത്തുകയും ചെയ്യുന്നുണ്ട്. ബാഹ്യമായി നോക്കുമ്പോൾ വളരെ ശക്തമായിരിക്കുന്ന എതിർപ്പുണ്ടായിരുന്ന കാലഘട്ടത്തിലും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കുരിശിക്കപ്പെട്ടപ്പോഴും അവരുടെ പുരുഷന്മാരായിരിക്കുന്ന ഹവാരികൾ അവിടെ അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോയി. എന്നാൽ അദ്ദേഹത്തെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹാബികളായിരിക്കുന്ന സ്ത്രീകൾ ഇങ്ങനെയുള്ള പ്രയാസങ്ങളുള്ള കാലഘട്ടത്തിലും അദ്ദേഹത്തോടൊപ്പം നിൽക്കുകയുണ്ടായി. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം നിൽക്കുകയുണ്ടായി. അവരാണ് കൂറ് പുലർത്തിയിരുന്നത്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുരിശിൽ നിന്ന് ഇറക്കി ഏതൊരു കല്ലറയിലാണ് വെച്ചിരുന്നത്, അവിടെ പോയി അദ്ദേഹത്തിൻ്റെ മുറിവ് വെട്ടുകയുണ്ടായി. അതെല്ലാം തന്നെ സ്ത്രീകളായിരുന്നു ചെയ്തിരുന്നത്. എല്ലാ വിധത്തിലുള്ള ത്യാഗങ്ങൾക്കും അവർ തയ്യാറായിരുന്നു. അവരവരുടെ ദീനിന് വേണ്ടി എല്ലാ വിധത്തിലുള്ള ത്യാഗങ്ങളും ചെയ്യാൻ തയ്യാറായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ആ അനുഗ്രഹീത കാലഘട്ടത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അത്ഭുതകരമായിരിക്കുന്ന ത്യാഗങ്ങളുടെ ഉദാഹരണങ്ങളാണ് നമ്മുടെ മുമ്പാകെയുള്ളത്. ദീനിന് വേണ്ടി അനിതര സാധാരണമായിരിക്കുന്ന സേവനങ്ങളാണ് സ്ത്രീ സമൂഹം ചെയ്തിരുന്നത്. അങ്ങനെ അവർ സേവനത്തിൻ്റെ ഉന്നതമായിരിക്കുന്ന, ത്യാഗത്തിൻ്റെ ഉന്നതമായിരിക്കുന്ന മാതൃകകൾ സ്ഥാപിക്കുകയുണ്ടായി. അവരവരുടെ ദീനിൻ്റെ അറിവ് കരസ്ഥമാക്കാൻ വേണ്ടി ശ്രമിച്ചു. അവരുടെ ദീനിൻ്റെ വിശ്വാസങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുകയുണ്ടായി. അതനുസരിച്ചോട് പ്രവർത്തിക്കാൻ അവർ ശ്രമിക്കുകയുണ്ടായി. അങ്ങനെ അവരുടെ അറിവ് വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ അവരിൽ ഒരു ധീരത അവർക്ക് വളർത്തിയെടുത്തു. അങ്ങനെ ദീനിനെ മറ്റുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുകയുണ്ടായി. നമ്മൾ പലപ്പോഴും തന്നെ
ഹദരത്ത് ഉമ്മ റളിയല്ലാഹു അൻഹയെ സഹോദരിയെ സംബന്ധിച്ച് ആ ധീരതയെ സംബന്ധിച്ച് പറയാറുണ്ട്. അവർ കലിമ ചൊല്ലിക്കൊണ്ട് ഇസ്ലാം സ്വീകരിക്കുക മാത്രമല്ല ചെയ്തത്, റസൂലുള്ളാഹി അവരുടെ ഓരോന്നും, ആ സ്ത്രീയുടെ ഓരോന്നും തന്നെ അത് ഓരോ ശരീരത്തിൻ്റെ ഓരോ അംശവും തന്നെ വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങൾ തന്നിൽ നിലനിർത്താൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവരുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗവും തന്നെ അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഒരു സഹാബിയെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു വിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിക്കുന്നതിന് വേണ്ടി. എന്നിട്ട് തൻ്റെ ഭർത്താവിനോട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി വിളിക്കുകയുണ്ടായി. ഈ ഒരു പാഠം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരിയുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു അവിടെ എത്തുന്നത്. അപ്പോൾ അദ്ദേഹം ദേഷ്യപ്പെട്ടുകൊണ്ടാണ് അവിടെ സഹോദരിയുടെ അടുത്തേക്ക് പോകുന്നത്. ഹദ്റത്ത് ഉമർ റളിയല്ലാഹു അൻഹു പ്രതീക്ഷിച്ചിരുന്നത് അതായത് സഹോദരിയും അളിയനും അവർ ഇസ്ലാം സ്വീകരിച്ചു എന്നാണ് മനസ്സിലാക്കിയിട്ടാണ് പോയത്. അപ്പോൾ അവർ പഠിച്ചത് അവിടെ ഒരു ഉസ്താദ് വന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ കണ്ടപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ ദേശത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവളെ ദേഷ്യപ്പെട്ടുകൊണ്ട് തൻ്റെ അളിയനെ അടിക്കാൻ വേണ്ടി മുന്നോട്ട് പോയി. അങ്ങനെ അദ്ദേഹത്തെ ഇടിക്കാൻ വേണ്ടി മുന്നോട്ട് പോയപ്പോൾ അപ്പോഴാണ് ഇടയിലേക്ക് സഹോദരി വന്നത്. അങ്ങനെ തൻ്റെ ഭർത്താവിനെ അവർ സംരക്ഷിക്കുകയുണ്ടായി. അങ്ങനെ ആക്രമത്തിൽ നിന്നും സംരക്ഷിക്കുകയുണ്ടായി തൻ്റെ ഭർത്താവിനെ സഹോദരി. അപ്പോൾ ആ സഹോദരിയുടെ മുഖത്താണ് അടിയേറ്റത്. അപ്പോൾ അത് അവരുടെ മൂക്കിൽ നിന്നും രക്തം വാർന്നൊഴുകി. എന്നാൽ അവർ പിന്നോട്ട് മാറിയില്ല. ധൈര്യമായിക്കൊണ്ട് ഉമറിനെ നേരിടുകയാണ് ചെയ്തത്. അവൾ ധീരതയോടുകൂടി വളരെ ആത്മാർത്ഥ ധൈര്യം കാണിച്ചുകൊണ്ട് ഉമറിനോട് പറയുകയുണ്ടായി, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഇസ്ലാമിൻ്റെ അധ്യാപനത്തിൽ നിന്ന് ഒരിക്കലും ഞങ്ങൾ മുഖം തിരിക്കുന്നതല്ല, ഇസ്ലാമിൽ നിന്നും ഞങ്ങൾ മുഖത്തിരിക്കുന്നതല്ല എന്ന് പറയുകയുണ്ടായി. ഈ ഒരു ധീരതയെ കാരണത്താൽ ഉമർ റളിയല്ലാഹു വളരെയധികം സ്വാധീനിക്കപ്പെടുകയുണ്ടായി. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ദേഷ്യം തണുക്കുകയും അദ്ദേഹത്തിന് ഇതിൽ ലജ്ജിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ എന്തുകൊണ്ട് എൻ്റെ സഹോദരിയെ എൻ്റെ കൈകൊണ്ടടിച്ചു, അങ്ങനെ മുറിവേൽപ്പിച്ചു എന്നുള്ളത് ചിന്തിക്കുകയുണ്ടായി. അങ്ങനെ പറഞ്ഞു, ഞാൻ ഖുർആൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ സഹോദരി പറയുകയുണ്ടായി, ഒരു നിബന്ധനയുണ്ട്, ആദ്യം നീ വൃത്തിയാക്കുക, വുളൂ ചെയ്യുക, എന്നിട്ട് ഖുർആൻ കേൾക്കുക എന്ന് പറയുകയുണ്ടായി. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെട്ടപ്പോൾ ഉമറിൻ്റെ ഹൃദയം അത് നിറയുകയുണ്ടായി, ഗദ്ഗതം കൊണ്ട് നിറയുകയുണ്ടായി. എന്നിട്ട് വളരെ പ്രഭാവത്തോടുകൂടി അദ്ദേഹം അതിൽ ആകൃഷ്ടനാകുകയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ തന്നെ മാറി മറിയുകയും ചെയ്തു. ഇസ്ലാമിൻ്റെ കഠിന ശത്രുവായിട്ടാണ് തൻ്റെ വീട്ടിൽ പ്രവേശിച്ചത്. എന്നാൽ മുസ്ലിമായി കൊണ്ട് തിരിച്ചു വന്നു. എന്നിട്ട് റസൂൽ തിരുമേനി അടുത്ത് പോയിക്കൊണ്ട് ഇസ്ലാം പിന്നീട് അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായി. ഇത് യഥാർത്ഥത്തിൽ കാണിക്കുന്നത് ഒരു സ്ത്രീ കാണിച്ച ഏറ്റവും വലിയ ധീരതയുടെ ഫലമാണ്. അതായത് ഒരിക്കലും തന്നെ ചഞ്ചലമല്ലാത്ത അചഞ്ചലമായി നിന്ന ആ വിശ്വാസത്തിൻ്റെ ആ പ്രകടമായിരിക്കുന്ന ഒരു ഉദാഹരണമാണ് ഒരു വലിയൊരു സഹാബി. പിന്നീട് അദ്ദേഹം സഹാബിയായി മാറിയ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായിത്തീരുന്നത്. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുടെ ഓരോ ചരിത്രം ഞങ്ങൾ മുമ്പിൽ കൽപ്പിക്കാറുണ്ട്. പല സ്ത്രീകളെ സംബന്ധിച്ച് ഞങ്ങൾ കൽപ്പിക്കുന്നുണ്ട്. അമ്മാറെ സംബന്ധിച്ച് കൽപ്പിക്കുകയുണ്ടായി റളിയല്ലാഹു തആല അൻഹ. അവർ ഏറ്റവും വലിയ ത്യാഗങ്ങൾ ചെയ്തുകൊണ്ട് തൻ്റെ ദീനിന് വേണ്ടി ചെയ്തു. യുദ്ധങ്ങളിൽ പങ്കെടുത്തു. എത്ര അതിക്രൂരമായിരിക്കുന്ന അവസ്ഥകൾ അവർക്ക് നേരിടേണ്ടി വരികയുണ്ടായി. കഠോരമായിരിക്കുന്ന അവസ്ഥകൾ നേരിടേണ്ടി വരികയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് അചഞ്ചലമായിരിക്കുന്ന പ്രതിജ്ഞ നിറവേറ്റിക്കൊണ്ട് അവർ ജീവിക്കുകയുണ്ടായി. അചഞ്ചലമായ രീതിയിൽ അവർ ജീവിക്കുകയുണ്ടായി.
ഈ രീതിയിലുള്ള മാതൃകകളാണ് അഹമ്മദി സ്ത്രീകളും കുട്ടികളും തന്നെ, അതുപോലെ തന്നെ വാക്ഫാത്തനോ കുട്ടികളും സ്വീകരിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മൾ മുന്നേറേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നുള്ളത് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് ആത്മാർത്ഥമായ സ്നേഹം, സുദൃഢമായിരിക്കുന്ന സ്നേഹം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ബന്ധം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അള്ളാഹുമായിട്ടുള്ള എല്ലാ കൽപ്പനകളും നിറവേറ്റാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും. അങ്ങനെ ആകുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിലുള്ള മുസ്ലിങ്ങളായി മാറുക. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ വാക്കിഫാത്ത് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ നിങ്ങൾക്കെല്ലാവർക്കും തന്നെ നിങ്ങളുടേതായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, നിങ്ങളിൽ ജമാഅത്ത് പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷകൾ അതനുസരിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് അല്ലാഹു നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. അതേപോലെ തന്നെ വാക്കിഫാത്ത് നൗ സ്കീമിന് അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളാണ് നിങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമാറാകട്ടെ. നിങ്ങളുടെ ഇസ്തിമായിൽ പങ്കെടുക്കുക എന്നുള്ളത് വെറും ഒരു കൂടിച്ചേരൽ മാത്രമാവരുത്. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു സ്നേഹത്തിൻ്റെ അഗ്നിസ്ഫുരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ടതാണ്. നിങ്ങൾ അതൊരു വലിയ വിപ്ലവം നിങ്ങളിൽ മാറേണ്ടതാണ്. അത് ഹൃദയത്തിൽ നിങ്ങൾ ദൃഢപ്രതിജ്ഞ ചെയ്യുക. ഞാൻ യഥാർത്ഥത്തിലുള്ള മുസ്ലിമായി തീരുന്നതാണ് എന്നുള്ള പ്രതിജ്ഞ നിങ്ങൾ എടുക്കുക. അള്ളാഹു ഇങ്ങനെയുള്ള ഒരിക്കലും തന്നെ പിന്തിരിയാത്ത അചഞ്ചലമായിരിക്കുന്ന വിശ്വാസം നിങ്ങളിൽ ഉണ്ടാകുമാറാകട്ടെ. എന്ത് തന്നെ അക്രമത്തിന്, ഇസ്ലാമിനെതിൽ വരുന്ന എല്ലാവിധത്തിലും അക്രമത്തിനും മറുപടി പറയാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ. ഉസൂർ പറയുന്നു, നിങ്ങളൊരിക്കലും തന്നെ ആ തിന്മകളിലേക്ക് പോകാതിരിക്കട്ടെ. അതേപോലെ തന്നെ ഒരു വിധത്തിലുള്ള കുറ്റബോധം നിങ്ങളുണ്ടാകാതിരിക്കട്ടെ. അതേപോലെ തന്നെ ഒരു വിധത്തിലുള്ള വിഷമവും നിങ്ങളുണ്ടാകാതിരിക്കട്ടെ. അതേപോലെ തന്നെ സധൈര്യമായിക്കൊണ്ട് ദീനിനെ നേരിടാൻ നിങ്ങൾ കഴിയുമാറാകട്ടെ. എപ്പോഴും തന്നെ ദീനിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമാറാകട്ടെ. നിങ്ങൾ പക്വത പ്രായത്തെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ തല മറക്കേണ്ടതാണ്. മറ്റുള്ളവരെന്താണ് ചിന്തിക്കേണ്ടത് നിങ്ങൾ നോക്കരുത്. പരിപൂർണമായ വിശ്വാസം, നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന, നിങ്ങൾ കൊണ്ടിരിക്കുന്ന ആ വിശ്വാസത്തിൽ നിങ്ങൾക്കൊരു ധൈര്യമുണ്ടായിരിക്കണം. നിങ്ങൾക്കതിനെക്കുറിച്ച് ഒരു ഗർവുണ്ടായിരിക്കേണ്ടതാണ്. ദീനി അറിവ് കരസ്ഥമാക്കുന്നതിന് വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കേണ്ടതാണ്. ഈ കാലഘട്ടത്തിലേക്ക് യഥാർത്ഥത്തിലുള്ള ജിഹാദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഉന്നതമായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന അധ്യാപനത്തെ ലോകം മുഴുവനും എത്തിക്കുക എന്നുള്ളതാണ്. ഇത് വാക്കിഫാത്തനോ കുട്ടികളിലൂടെയും അതുപോലെ തന്നെ സ്ത്രീകളുടെയും ഉത്തരവാദിത്തമാണ്. അവർ തബ്ലീഗ് കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സേവനം ചെയ്യുന്നവരായി മാറേണ്ടതാണ്. അള്ളാഹു നിങ്ങൾക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ ദുആ ചെയ്യുകയാണ്. അള്ളാഹു നിങ്ങൾക്കെല്ലാവർക്കും തന്നെ ദീനിയും ആത്മീയപരമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് നിറവേറ്റാൻ അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾ എല്ലാ രീതിയിലുമുള്ള ത്യാഗങ്ങൾ ദീനിൻ്റെ വേണ്ടി ത്യാഗം ചെയ്യാൻ എപ്പോഴും നിങ്ങൾ തയ്യാറായിരിക്കേണ്ടതാണ്. അള്ളാഹു അതിന് തൗഫീഖ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ഒരു ആത്മീയപരമായ ധാർമ്മികപരമായിരിക്കുന്ന ഒരു വിപ്ലവം നിങ്ങളിൽ ഉണ്ടാകുമാറാകട്ടെ. നിങ്ങൾ ദുആയിൽ പങ്കെടുക്കുക. ഞാൻ ദുആ ചെയ്യുന്നു. آمين.
अस्सलाम वालेकुम रहमतुल्लाहि व बरकातहू।